ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാന്റെ പ്രസാദത്തെക്കുറിച്ചാണ് കേട്ടോ. എത്രത്തോളം മഹത്വമുള്ളതാണ് ഭഗവാന്റെ പ്രസാദം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കഥയാണ്. ഒരു ഗ്രാമത്തിലെ ധാരാളം ഗ്രാമവാസികൾ ജീവിച്ചിരുന്നു. അവർ സദാ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ ഒരു കുടുംബത്തിലെ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെ ഭഗവാനോട് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നുമില്ല. ഭഗവാനെ നാമം ചൊല്ലില്ല, ഭഗവാനെ തൊഴാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുക, അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ. ഇവരുടെ ഭർത്താവാണെങ്കിലോ എല്ലാ ദിവസവും ഭഗവാനെ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭഗവാന് വേണ്ടിയിട്ട് പാരായണങ്ങൾ, വേദപാരായണങ്ങൾ നടത്തുക, അങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്തിരുന്നു. എല്ലാ ദിവസവും ഭഗവാന്റെ പ്രസാദം ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം പൂജ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് വരിക. ഭഗവാന്റെ പ്രസാദത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലേ, അത് വളരെ ലളിതമായിരിക്കും. നെയ്തിച്ചോറൊക്കെ ഉണ്ടല്ലോ, ലളിതമായിരിക്കും. അപ്പോൾ ഈ പത്നിക്കാണെങ്കിലോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. വിഭവസമൃദ്ധമായിട്ടുള്ള ആ ഒരു രീതികളൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ഇത് കഴിക്കണമല്ലോ, ഇത് തങ്ങളുടെ ഗൃഹത്തിലെ ഒരു പതിവായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമില്ലെങ്കിലും അത് അങ്ങോട്ട് കഴിക്കും. ഇത് കഴിക്കണമല്ലോ, ഇത് അത്ര വലിയ രുചിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് കഴിക്കുക. അങ്ങനെ അവരത് കഴിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിട്ട് ഇവർ ദേഹം ഉപേക്ഷിച്ചു, ഈ സ്ത്രീ. അപ്പോൾ ഇവരാണെങ്കിലോ ഏകാദശി വ്രതം എടുക്കില്ല. അപ്പോൾ വ്രതങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഉപവസിക്കില്ല. അതേപോലെ തന്നെ നാമം ചൊല്ലില്ല, വേദപാരായണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പക്ഷെ ഇവർ കഴിച്ച ആ ഒരു പ്രസാദത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് മറ്റൊരു കഥയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇവർ മരിച്ചിട്ട് ഇവരുടെ ആത്മാവ് പോകുന്ന ആ ഒരു സമയത്ത് ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വിഷ്ണു പാർഷദന്മാരാണ് ഇത്രേ വന്നത്. അവർ വന്നിട്ട് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തുമായിട്ട് പറയാണ്, ഇവര് ഭഗവാനെ അറിഞ്ഞുകൊണ്ടല്ല, ഭഗവാന്റെ ആ ഒരു പ്രസാദത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടല്ല അത് സേവിച്ചെങ്കിൽ കൂടിയിട്ട് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഭഗവാന്റെ പ്രസാദം സേവിച്ചുവല്ലോ. അതായത് ഭഗവാനും ഭഗവാന്റെ പ്രസാദവും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അത് സേവിച്ചുവല്ലോ, അത് ഇവർക്ക് വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള ഒരു യോഗ്യതയാണ് നേടിക്കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആ ആത്മാവിന്റെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ് ആ വിഷ്ണു പാർഷദന്മാര്. അത് ഇവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും കണ്ടു, ആ ഗ്രാമവാസികൾ. അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് അത്രയേറെ മഹത്വം ആ ഒരു പ്രസാദത്തിനുണ്ടെന്ന്. പിന്നീട് എല്ലാവരും പ്രസാദത്തെ വളരെ ആദരവോട് കൂടിയിട്ടാണ് സേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ആ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാന്റെ പ്രസാദത്തെ ഭഗവാനായി തന്നെ കാണണം. നമ്മളത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സേവിക്കുകയാണെങ്കിൽ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമുക്ക് തുറന്നു തരുന്നത്. അപ്പോൾ ഭക്തി ആദരപൂർവ്വം ഭഗവാന്റെ പ്രസാദങ്ങളെ സേവിക്കുക എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത് കേട്ടോ.